അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ പരിപാടി നമുക്ക് കോവിഡിൻ്റെ പ്രശ്നമായത് കാരണം നമുക്ക് യാത്രകളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ വീടിൻ്റെ പുറകിൽ തന്നെയാണ് ഞാൻ ഈ പരിപാടി ചെയ്യുന്നത്. കലത്തിൽ ചിക്കൻ ചുടാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. ആദ്യം അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുള്ള സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കഴുകി റെഡിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ കലം ചെറിയ കലമാണ്, വേറെ കലമൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ചിക്കൻ നമുക്ക് ഇത് രണ്ടാക്കിയിട്ട് 2 പ്രാവശ്യമായിട്ട് നമുക്ക് ചൂടാം. ചിക്കനെല്ലാം മുറിച്ചാണ്. ഓക്കെ, ഇത് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ കലത്തിനുള്ളിൽ സെറ്റാക്കാം. അതായത് കലത്തുമേൽ ഈ ചിക്കൻ മുട്ടാൻ പാടില്ല, കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി നിൽക്കണം. അതായത് കലത്തിൽ മുട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാത്രത്തിലൊക്കെ വെച്ച് ഉണ്ടാക്കണ പോലെ ഇരിക്കും, അടിക്ക് പിടിച്ച പോലെ ആയിപ്പോൾ. കാരണം നമ്മൾ തീയിലിട്ടാണ് നമ്മൾ ചുടുന്നത് സംഭവം. അപ്പോൾ കലത്തിൽ മുട്ടരുത് നമ്മൾ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ കലം ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ കലം വെച്ച് ചെയ്യുക. പരമാവധി മൺകലം തന്നെ എടുക്കാൻ നോക്കുക. കാരണം മൺകലത്തിൽ നമ്മൾ ചുട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ടാവും. അതിപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും തന്നെ അറിയാം. കാരണം മൺകലത്തിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നെ നല്ല രുചിയായിരിക്കുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടി തന്നെയാണ് അപ്പോൾ ഞാൻ മൺകലം തന്നെ എടുത്തത്. അപ്പോൾ ബാക്കി ഞങ്ങൾക്ക് മസാല വരട്ടാം. മൊത്തം ചിക്കനിലൊക്കെ ഒരു വരയൊക്കെ ഇട്ട് മസാല വരട്ടിയെടുക്കുക. ആദ്യം നല്ലപോലെ നമുക്ക് വരയിട്ട് കൊടുക്കാം, നല്ലൊരു മസാല അങ്ങോട്ട് കയറി പിടിക്കും. ചിക്കനിൽ വരയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ആഡ് ചെയ്യാം. അപ്പോൾ മസാലകളെല്ലാം ആഡ് ചെയ്തിട്ട് പുരട്ടി നമുക്കൊരു 1 മണിക്കൂറോളം നമുക്ക് ഇത് വെക്കണം. കാരണം എന്നാലാണ് ഒരു ചിക്കനിൽ മസാലകളും കാര്യങ്ങളൊക്കെ കയറി പിടിക്കുകയുള്ളൂ. നമുക്ക് മസാല പുരട്ടിയെടുക്കാം നമുക്ക്. അപ്പോൾ അതിന് വേണ്ട മസാലകൾ എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ മസാല, അതുപോലെ തന്നെ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഇടിച്ച മുളക്, കുരുമുളക് പൊടി, പിന്നെ ഒരു നാരങ്ങ, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വേറെ ഒന്നും വേണ്ട. ഇത്രയും സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ ഇടിച്ച മുളകാണ് നമ്മുടെ ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മസാലയൊക്കെ നല്ലോണം അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പരമാവധി എല്ലാ ഗ്യാപ്പിലേക്കും തേച്ചാണ് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം അങ്ങോട്ട് സെറ്റായിട്ടുണ്ട്. നമുക്ക് 1 മണിക്കൂറോളം നമുക്ക് ഈ സാധനം നമ്മൾ വെക്കണം, എന്നാലാണ് ഈ മസാലയൊക്കെ അങ്ങോട്ട് കയറി അങ്ങോട്ട് പിടിക്കുള്ളൂ ഈ ചിക്കനിലേക്ക്. നമ്മുടെ ചിക്കൻ മസാല ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു 1 മണിക്കൂറോളം നമുക്ക് എടുത്തു വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ അടപ്പൊക്കെ ഒന്ന് സെറ്റാക്കാം. നമ്മുടെ വിറകൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കുത്തി നിർത്തിക്കണത് നമ്മുടെ ഒരു കമ്പുമേലാണ്. അപ്പോൾ ഒരു പേരയുടെ കൊമ്പോ അതുപോലെ തന്നെ നമ്മുടെ പട്ടയുടെയൊക്കെ കൊമ്പാണെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. പേരയുടെ കൊമ്പ് നമുക്കൊരു കുഴപ്പമില്ല, വിഷാംശം കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്. നമുക്ക് ഞാൻ എടുപ്പെടുത്താണ് പേരയുടെ കൊമ്പാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ അടിച്ച് താത്തണം. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ആവശ്യമുള്ള ഒരു അളവിലെടുത്തിട്ട് ഈ കലം പൊങ്ങി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത്
നമ്മുടെ ഈ കലം കറക്റ്റായിട്ട് നിലത്ത് മുട്ടണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കോലം അടിച്ച് താത്തി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഏകദേശം സെറ്റാണ്. അതായത് ചിക്കൻ നമ്മുടെ കലത്തിൽ മുട്ടാനും പാടില്ല. ആ ഒരു രീതിക്ക് വേണം നമ്മൾ ഈ കമ്പടിച്ച് താത്താനായിട്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഏകദേശം എല്ലാം സെറ്റാണ്, കറക്റ്റായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ബാക്കി അടുപ്പ് കൂട്ടാം. നമുക്ക് ചിക്കൻ ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ മസാല കട്ടി വെച്ച് ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. കൊടുക്കാം. നമ്മുടെ കോപ്പർ വയറാണ്, നമ്മുടെ വയറിൻ്റെ ഉള്ള സ്ലീവാണ് ഉദ്ദേശിച്ചത്. അപ്പം അത് വെച്ചിട്ട് നമുക്കൊന്ന് കെട്ടി കൊടുക്കാം ടൈറ്റ്ലി. അല്ലെങ്കിൽ ഈ സാധനം നമ്മൾ കത്തിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അതിനുള്ളിൽ നമ്മൾ തന്നെ താഴത്തേക്ക് ഇറങ്ങിപ്പോകാനുള്ള ചാൻസ് കൂടുതല. അപ്പോൾ നമ്മൾ കെട്ടി കൊടുക്കാം. നമുക്ക് വാഴ വെച്ചൊന്ന് പൊതിഞ്ഞ് വെക്കാം. കട്ട് ചെയ്തോ. എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കലം വെച്ച് മൂടിയിട്ട് വിറക് വെച്ച് അടപ്പ് കൂട്ടും. അപ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ചിക്കൻ ഈ കലത്തുമേൽ മുട്ടരുത്. ഇപ്പോൾ നമ്മൾ വെക്കുന്ന പാത്രം വെച്ച് അനുസരിച്ച് വേണം നമ്മൾ ചിക്കൻ വെക്കാനായിട്ട്. എൻ്റെ കയ്യിൽ ചെറുതായതുകൊണ്ടാണ് ഞാൻ ആ ചിക്കൻ കട്ട് ചെയ്തത്. വലുതാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ കലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒറ്റ പ്രശ്നം കൊണ്ട് തന്നെ നമുക്ക് സെറ്റാക്കി എടുക്കാം. പിന്നെ നമുക്കിനി വിറക് വെക്കാം. നമ്മൾ വിറകൊക്കെ നമുക്ക് സെറ്റാക്കി വെക്കാം. നമുക്കിനി കത്തിച്ച് ചുടാം. അപ്പോൾ നമ്മുടെ തീയൊക്കെ നല്ലോണം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ അതിൻ്റെ അകത്തിരുന്ന് നല്ലോണം വേകുന്നുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ചിക്കൻ ഏതെങ്കിലും സെറ്റായെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലപോലെ കറക്റ്റായിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട്. ആ വാഴല വെച്ചുകൊണ്ട് നമുക്ക് കരിഞ്ഞില്ല ചിക്കൻ. കാരണം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു മണിക്കൂറോളം ഞാൻ ആ തീ അണിഞ്ഞതിന് ശേഷം ഞാൻ കനലിലിട്ട് വെച്ചായിരുന്നു, ഒന്നും കൂടി ഒന്ന് വേവാൻ വേണ്ടി. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്തിരി കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഇത് കരിഞ്ഞു പോയേനെ. വാഴല പൊതിഞ്ഞ് വെച്ചതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. കൊള്ളാം. ഉള്ള നല്ലോണം വെന്തിട്ടുണ്ട്. ഒരു ലക്ഷം ബ്രെഡൊക്കെ മുക്കി. അപ്പം എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. മറ്റേ ആ കലത്തിൽ വെച്ചതിൻ്റെ പേരിൽ നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അത് കൊള്ളാം. ഓക്കെ. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ.